ഇന്ന് ഭയങ്കര സങ്കടമായിട്ടാ. ഒരു മാസം നിന്നിട്ട് എൻ്റെ മണിക്കൂറിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോയേ. ഒരു മാസം ഫുള്ളായിട്ട് എൻ്റെ മോനടി ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെയല്ലേ, കുഞ്ഞുങ്ങളെല്ലാം കുറേ കാലം വന്ന് നിന്നിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് അവർ പോകുമ്പോൾ അല്ലേ. പിന്നെ മണിക്കൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ രണ്ടാമത്തെ മോനാണ്. അവർ ട്വിൻസാണ്, ഉണ്ണിയും മണിയും. അദ്വൈത അനിരുദ്ധ എന്നാണ് അവരുടെ പേരേട്ടാ. അവർ പ്രസവിച്ച സമയത്ത് അവർക്ക് ചെല്ലപ്പേരായിട്ട് എൻ്റെ അമ്മയുടെ പേരാണ് ഉണ്ണി മണിന്ന്. ഉണ്ണിക്കുട്ടൻ മണിക്കുട്ടൻ എന്ന പേര്. വലുത് നമുക്ക് അവർക്ക് ആ കുട്ടൻ വിളി അത്ര ഇഷ്ടമായിട്ടാണ്. അവരൊന്ന് ആ കുട്ടൻ അങ്ങ് ക്യാൻസൽ ചെയ്തമ്മേ ഉണ്ണി മണി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അത് സ്ഥിരമായി കേട്ടോ. അവരുടെ പേര് അവർക്ക് തന്നെ ഓർമ്മയില്ലാത്ത അവസ്ഥയിലാണ്. അത് മാത്രമല്ല, പിന്നെ ഇവരുണ്ടല്ലോ, മണിക്കൂട്ടനാണ് ആദ്യം വന്നത്. ഉണ്ണിമണിയിൽ മണിക്കൂട്ടാണ് ഡെലിവറി സമയത്ത് നമുക്ക് ആദ്യം പുറത്ത് വന്ന് മണിക്കൂട്ടാണ്. അതുകൊണ്ട് മണിക്കൂട്ടൻ മൂത്തത് ഉണ്ണി ഇളയതെന്നാണ് നമ്മൾ ഇത്രയും കാലം വിചാരിച്ചത്. അന്നേരം ഇപ്പം ചിലവരെല്ലാം ഇങ്ങനെ പുസ്തകത്തിലെല്ലാം വായിച്ചറിഞ്ഞ് പിന്നെ ലാസ്റ്റ് വന്നതാണ് മൂത്തതായിട്ട് കണക്കാക്കൽ ട്വിൻസിൽ. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല കേട്ടോ. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞു കേട്ടോ. പിന്നെയുണ്ടല്ലോ, എന്നിട്ട് കെട്ടിപ്പെറുക്കി ചിപ്സ്, ചക്കയപ്പം, നുറുക്ക്, മറ്റേ മിച്ചർ, അതെല്ലാം കുറേ പപ്പടം കൊണ്ടുവന്നിനെ. കുറേ കാലം കൂടി എൻ്റെ മോൻ പോകുന്നില്ല, അടുത്തേക്ക് കൊണ്ടുപോയിക്കോ ഹോസ്റ്റലിൽ നിന്നിട്ട് തിന്നുമല്ലോ മതി. ഇതെല്ലാം ഞാൻ കെട്ടി വെക്കുമെന്ന്, പിന്നെ പാക്കറ്റാക്കി വെക്കുമെന്ന്. അവൻ കൊണ്ടുപോലില്ല, അവന് ഇഷ്ടമല്ല കൊണ്ടുപോയി. എൻ്റെ എല്ലാം കൂടി കെട്ടിപ്പെറുക്കി വെക്കും. ഇപ്പുറത്ത് അഭിയുണ്ണിയും അല്ല എന്നാ പരിപാടി. ഇവ മാത്രമല്ലേ പോതിലും നമ്മളിടില്ലേ, നമുക്കെന്തെങ്കിലും തിന്നണ്ടേ. പിന്നെ എല്ലാം ഓന് കൊടുത്തയച്ചാൽ. പക്ഷേ നമ്മളങ്ങനെയാണ് കേട്ടോ. വീട്ടിൽ ഒന്നും വെക്കണം തോന്നില്ല. മക്കൾ പോകുമ്പോൾ അവരടുത്ത് തിന്നൂട്ടോ, അവരടുത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ നേരാമണം, അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു ടെൻഷനല്ലേ. ഓന് ഇന്നലെ ഉമ്മെല്ലാം തന്നിട്ട് പോകാൻ വേണ്ടി കഴിയുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയിട്ട് സത്യമായിട്ട് ഞാൻ കാര്യം ചെയ്യട്ടോ. പിന്നീടല്ല അന്നേരം നിങ്ങൾ വിചാരിക്കും ഈ ഹോസ്റ്റൽ പറഞ്ഞത് മറ്റേ കേരളത്തിന് പുറത്തോ മറ്റേ ഇന്ത്യക്ക് പുറത്തോ വന്നു. ഒന്നും അല്ല കേട്ടോ. ഇവിടുന്ന് ഈ മീറ്റത്തുനിന്ന് തുള്ളിയാലോ എൻ്റെ കോളേജ് എത്തിയ മാനന്തവാടിയാണ്, പിന്നെ വയനാട് മാനന്തവാടിയാണ് കേട്ടോ. നമുക്കത് തളിപ്പുറമ്പിൽ നിന്ന് പിന്നെ ബസ് കയറി 2 മണിക്കൂർ കൊണ്ട് അവിടെ എത്തിയ. തളിപ്പുറമ്പിൽ നിന്ന് ബസ് കയറി നേരെ കൊട്ടിയൂർ വഴി പാൽച്ചുരം കയറിയ മാനന്തവാടി കോളേജ് എത്തി. അതാണ് ഈ മോൻ ഇവരെപ്പോൾ കളിക്കോ പോന്ന് പറഞ്ഞിട്ടല്ല എനിക്ക് ദുബായിൽ പോകുന്ന പോലെ ഇടല്ല. ഇവിടുന്ന് വയനാട്ടിൽ പോകുന്നതിനാണ് നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ. എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഇങ്ങനെ പോകുമ്പോൾ. അതുകൊണ്ട് ഇന്ന് വീട് ഉറങ്ങിയ പോലെ കേട്ടോ എൻ്റെ മോൻ പോയിട്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവലുണ്ടോ സങ്കടമല്ലോ? ഉണ്ടാവും അല്ലേ. പെറ്റമ്മമാർക്ക് സങ്കടം ഇല്ലാണ്ട് നിൽക്കും. അതുപോലെ ഇവർ അച്ഛനും അതെട്ടോ ഭയങ്കര ടെൻഷനാണ്. എന്തോ പോലെ പറയുന്നുണ്ട്. 2-3 ദിവസം അങ്ങനെ ഉണ്ടാവും അല്ലേ. സാറില്ല, അവർ പഠിച്ച് വളരാൻ വേണ്ടിയിട്ടല്ലേ അല്ലേ.